നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യർ അറിയാത്ത ആഹാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബി, ഭക്ഷിച്ചാലും എന്നപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്നവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. യഹൂദയിൽ നിന്ന് ദീർഘദൂരം നടന്ന് ശമര്യയിൽ എത്തിയ യേശുവിനും ശിഷ്യന്മാർക്കും വിശപ്പും ദാഹവും ഉണ്ടായി. ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ ആ പട്ടണത്തിലേക്ക് പോയി. ആ സമയത്താണ് അവിടെ സത്യാന്വേഷിയായ ഒരു സ്ത്രീ യാക്കോബ് യോസേഫിന് നൽകിയ ആ കിണറ്റിലെ വെള്ളം കോരി കുടിച്ചാൽ പുണ്യമുണ്ടാകുമെന്ന് വിചാരിച്ച് വന്നത്. സർവജ്ഞാനിയായ യേശു ദൂരത്ത് നിന്ന് അത് മനസ്സിലാക്കിയിട്ടാണ് ആ സത്യാന്വേഷിയെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇതുവരെ നടന്നത്. യേശു അവളോട് താൻ ആരാണ് എന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ അവൾക്കിത് മെശിഹയാണ്, അല്ലെങ്കിൽ ദൈവപുത്രൻ ക്രിസ്തുവായി വന്നതാണ് എന്ന് മനസ്സിലായി. അവള് പാത്രം വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇനി ആ വെള്ളം കോരി കുടിക്കേണ്ട ആവശ്യമില്ല. ആ പാത്രം വെച്ചിട്ട് അവൾ പട്ടണത്തിൽ ചെന്ന്, ഞാൻ മശീഹയെ കണ്ടെത്തിയിരിക്കുന്നു, കിണറ്റുകരയിലുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് തങ്ങളുടെ ജോലികളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ യാത്രയോ ഒക്കെ വേണ്ടെന്ന് വെച്ച് ജനങ്ങൾ കൂട്ടമായിട്ട് ആ കിണറ്റിൻ്റെ കരയിലേക്ക് വരുവാൻ ഇടയായി. ആ സമയത്ത് ശിഷ്യന്മാർ ഭക്ഷണ സാധനവുമായിട്ട് വന്നു. ഇതിനിടയ്ക്ക് ഓർക്കേണ്ട ഒരു കാര്യം, ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കാൻ പോയിട്ട് ശിഷ്യന്മാരാരോടും പറഞ്ഞില്ല, ഞങ്ങളുടെ യേശു ക്രിസ്തുവാണ് അല്ലെങ്കിൽ മെശിഹയാണ്, ശമര്യരായ നിങ്ങൾക്ക് യേശുവിനാൽ രക്ഷ കിട്ടുമായിരിക്കും, യേശുവിന് അങ്ങനെ ജാതി വ്യത്യാസമൊന്നുമില്ല, ഒരു കനാന്യ സ്ത്രീയെ യേശു രക്ഷിച്ച് ഞങ്ങൾക്ക് അറിയാം. യേശുവിൻ്റെ ഒന്നാമത്തെ നസറത്തിലെ പള്ളിയിലെ പ്രസംഗത്തിൽ യേശു പ്രജാതിയായ സാരഫാത്തിലെ വിധവയുടെ കാര്യവും പ്രജാതിയായ നയമാൻ്റെ കാര്യവുമൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് യേശുവിന് അങ്ങനെ ജാതി വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാനും യേശുവിൻ്റെ അനുഗ്രഹം നേടാനും രോഗസൗഖ്യം നേടാനും ഒക്കെ സാധിക്കും എന്ന് അവർ പറയേണ്ടതായിരുന്നു. പക്ഷെ അവർ വിശപ്പ് കൊണ്ട് ആയിരിക്കാം, അവർ ഭക്ഷണം മാത്രം വില കൊടുത്ത് വാങ്ങി അവർ വരികയാണ്. പക്ഷേ ശമര്യ സ്ത്രീ, അവൾക്കിത് ആദ്യമായിട്ടാണ് അവൾക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത്. അവളെ തേടി ദീർഘദൂരം നടന്ന് മശീഹ അവളുടെ അടുക്കലെത്തിയ ആ സന്തോഷത്തിൽ അവളെല്ലാം മറന്ന് അവൾ പട്ടണത്തിലേക്ക് ഓടി. അവൾ പോയി ജനത്തെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ യേശു പറയുകയാണ് ശിഷ്യന്മാരോട്, എൻ്റെ വയറ് നിറഞ്ഞു, ഞാൻ തൃപ്തനായി, നിങ്ങളറിയാത്തൊരു ആഹാരം എനിക്കുണ്ടായിരുന്നു. അവർ വിചാരിച്ചു ആരോ യേശുവിന് ഏതോ പൊതി കൊണ്ട കൊടുത്തു, അത് കഴിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് അവർ വിചാരിച്ചു. യേശു പറഞ്ഞു, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തിയെ തിരിക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്നെ പിതാവ് അയച്ചത് യഹൂദനെയും പ്രജാതിയെയും അല്ലെങ്കിൽ ശമര്യരെയും ഒക്കെ ഈ ദൈവകൃപയിലേക്ക് ആകർഷിക്കാനാണ്, കൊണ്ടുവരാനാണ്. അത് സാധിച്ചാൽ ഞാൻ തൃപ്തനായി, എൻ്റെ വിശപ്പ് മാറി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വിശപ്പ് മാറ്റാൻ നമ്മെക്കൊണ്ട് സാധിക്കും. ശമര്യ സ്ത്രീ ചെയ്തതുപോലെ ആളുകളെ യേശുവിലേക്ക് കൊണ്ടുവരിക. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് സകല ആളുകളോടും യേശു പറഞ്ഞത് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, ലോകാവസാനം വരെ പ്രസംഗിക്കുക എന്നാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ കഞ്ഞിക്കുഴി സഭയിലുള്ള ഒരു കുടുംബം ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. അവർ അക്രൈസ്തവരാണ്. അവർക്ക് യേശുവിനെ അറിയാനുള്ള അല്ലെങ്കിൽ പാവമോചനം പ്രാപിച്ച് സമാധാനം നേടാനുള്ള ആഗ്രഹമുണ്ട്. അവിടെ ചെന്ന് സുവിശേഷമൊക്കെ പറഞ്ഞു.
അവർ വളരെ താല്പര്യത്തോടെ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ അടുത്ത് താമസിക്കുന്ന ചില വിശ്വാസികൾ, അതായത് മർത്തോമ ഏതോ വിഭാഗത്തിൽപ്പെട്ടവരാണ്, അവരിവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു മതമില്ലേ? നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നവരല്ലേ? അത് മതി. എന്തിനാണ് ഈ സുവിശേഷക്കാരെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്? ദുഃഖം തോന്നി. ഇക്കാലം അത്രയായിട്ട് അവർ യേശുവിനെക്കുറിച്ച് 2 വാക്ക് ഈ വീട്ടുകാരോട് പറഞ്ഞില്ല. എന്നാൽ മറ്റൊരു സ്വഭാവവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തായാലും കേൾക്ക്, ബൈബിളല്ലേ എന്ന് പറയേണ്ടതിന് പകരം പറയുകയാണ്, നിങ്ങൾക്ക് ഒരു മതമില്ലേ? അത് മതി. എന്തിനാണ് സുവിശേഷം കേൾക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. യേശു സകല ആളുകളെ രക്ഷിക്കാനാണ് വന്നത്. സകലർക്കും വേണ്ടിയാണ്, ആദാമിൻ്റെ പരമ്പരയിൽപ്പെട്ട സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു കുരിശിൽ യാഗമായത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം, അവർക്ക് സമാധാനം ഉണ്ടാകും. അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇവിടെ ആ സ്ത്രീയെ അന്ധവിശ്വാസം ഉപേക്ഷിച്ച് ആളുകളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് യേശു പറയുകയാണ്, എൻ്റെ വിശപ്പ് മാറി, എൻ്റെ ദാഹം മാറി. പ്രിയപ്പെട്ടവർ, യേശു നമ്മളെ രക്ഷിച്ചു. പക്ഷെ നമുക്കൊരു കടമയുണ്ട്. ഈ ശമരിയ സ്ത്രീ നമുക്ക് മാതൃകയായിരിക്കട്ടെ. ലജ്ജ കൂടാതെ ആളുകളോട് യേശുവിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയായാൽ യേശുവിൻ്റെ വിശപ്പും ദാഹവും മാറും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.